ായിരുന്നപ്പോ നമ്മുടെ കുറച്ച് സഹോദരര് ഇവിടെ ലൈവ് ചെയ്യുന്ന സഹോദരര് അച്ഛന് തിരുമുഖത്തിന്റെ ലോക്കറ്റ്, തിരുമുഖത്തിന്റെ ഫോട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഈ പരിഹാര പ്രവൃത്തി, തിരുമുഖ ഭക്തി എന്ന് പറയുന്നത് പരിഹാര ഭക്തിയാണ്. ഇപ്പോഴും മനസ്സിൽ വെച്ചോളൂ, തിരുമുഖ ഭക്തി എന്താണ്? പരിഹാര ഭക്തിയാണ്. ഈ പരിഹാര ഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്നവർ, കർത്താവ് ഒരു പ്രോമിസ്, എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി ഞാനും നിലകൊള്ളും. ഈശോ പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. നീ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി കൈ ഉയർത്തിയാൽ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഞാൻ കൈ ഉയർത്തും. നീ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി സ്വരമുയർത്തിയാൽ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഞാൻ സ്വരമുയർത്തും. ഈ ഭൂമിയിൽ നീ എനിക്ക് വേണ്ടി നടന്നാൽ ഞാൻ നിനക്ക് വേണ്ടി നടക്കും. നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് ഒരു കസേര ഈശോയ്ക്ക് വേണ്ടി ഇട്ടുകൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലിരിക്കാൻ കസേര കർത്താവ് ഇട്ടു തരും. ചില ആളുകളുണ്ട്, ഒന്നും ചെയ്യുകയില്ല, അവർക്ക് എല്ലാം ഒന്ന് കുനിഞ്ഞൊരു കടലാസ് കഷ്ണം എടുത്ത് കളയില്ല. അതെന്റെ ജോലിയല്ല, എനിക്കതിനൊരു പ്രതിഫലവും കിട്ടാനില്ല. ഒരു കുനിഞ്ഞൊരു കടലാസ് കഷ്ണം കർത്താവിന് വേണ്ടി എടുത്ത് കളയല. പള്ളിയിൽ വരുന്നത് കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവര്, പള്ളിയിൽ വരുന്നത് കിട്ടാൻ വേണ്ടിയല്ല, കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മളെ തന്നെ കൊടുക്കാൻ വേണ്ടി, കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പള്ളിയിൽ വരണ്ട, വീട്ടിലെത്തിച്ചാക്കാം. നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പള്ളിയിൽ വരെ വരുന്നത്? കോവിഡിന്റെ ഒക്കെ സമയത്തെല്ലാം വീട്ടിലെത്തിക്കായിരുന്നില്ലേ? വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾക്ക് തരാനുള്ള വീട്ടിൽ കൊണ്ടുപോയി തന്നോളാം. നിങ്ങൾ കിട്ടാൻ വേണ്ടി ഇവിടെ വരെ കഷ്ടപ്പെട്ട് വരണ്ട. കർത്താവിന് നമ്മെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ വരെ വന്നാലോ ഇപ്പൊ തരുള്ളോ? അങ്ങനെയൊന്നുമില്ല, വീട്ടിലിരുന്നാലും തരും. പക്ഷേ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ, ഈശോയെ എന്ന് വിളിക്കാൻ, നമ്മുടെ ആ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യത്തിന് പകരമായി ഞാൻ എൻ്റെ സാന്നിധ്യവും, ഈശോയുടെ സ്നേഹത്തിന് പകരമായി ഞാൻ എൻ്റെ സ്നേഹവും, എനിക്ക് വേണ്ടി മുറിവേറ്റ ഈശോയുടെ ഹൃദയത്തിന് പകരമായി ഞാൻ എൻ്റെ ഹൃദയവും, ഈശോയുടെ സൗഹൃദത്തിന് പകരമായി ഞാൻ എൻ്റെ ആത്മാവിന്റെ ദാഹവും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ തിരുമുഖത്തെ വണങ്ങി ഇങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജ്യം തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. 5